And with that, the 2024 season comes to an end. നമ്മുടെ മാർട്ടിൻ സ്കോർസെസി പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് സിനിമ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഞാൻ 2024 വർഷം എൻറ്റയർലി സമ്മറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിലിംസ് ഇറങ്ങിയിട്ട് നമ്മുടെ സിനിമാ സ്കോപ്പിൽ തന്നെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2024. So in this video, I am going to be talking about my top 10 movies of 2024. ഈ ഒരു ലിസ്റ്റിലുള്ള മിക്ക പടങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ I guarantee you one thing. My favorite movie of 2024 might surprise. So നമുക്ക് ഒട്ടുന്ന സമയം കണ്ട let's get into the top 10 movies of 2024. Number 10, മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം എന്നുള്ള വ്യക്തി ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സർവൈവൽ ത്രില്ലറാണ് ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് തന്നെ മാറ്റിയിട്ടുള്ളത്. അതിനെ ആ ഒരു കമേഴ്ഷ്യൽ സക്സസ് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിലിം മേക്കിംഗ്, ഇറ്റ്സ് സ്റ്റോറി ടെല്ലിംഗ്, കമ്പൈൻ ഓൾ ദാറ്റ് വിത്ത് ദ പവർ ഹൗസ് പെർഫോമൻസ് ഓഫ് ദ കാസ്റ്റ്, മഞ്ഞുമൽ ബോയ്സ് ഹാസ് ബീൻ എ റിയലി സാറ്റിസ്ഫൈങ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഫോർ മീ. സർവൈവൽ ത്രില്ലർ എന്ന് നമ്മുടെ മലയാള സിനിമ അധികം വെഞ്ചർ ചെയ്യാത്ത ഒരു ജോണറാണ്. പക്ഷേ ഈ ഒരു പടം ഇറ്റ് നീറ്റ്ലി പുൾഡ് ഓഫ് എവറി എലിമെന്റ്സ് ഓഫ് എ ഗ്രേറ്റ് സർവൈവൽ ത്രില്ലർ with a heartfelt story of unity, friendship and most importantly hope. Too damn good to be true. Number 9, The Substance. ഈ ഒരു വർഷം ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് മാസ്റ്റർ പീസും കൂടിയാണ് ഈ ഒരു പടം. കോർലി ഫാർഗട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ദ സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ ബോഡി ഹൊറർ ഫിലിം. അതായത് ഒരു വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഡ്രഗ് യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു യങ്ങർ വേർഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. ദ പ്രോബ്ലം, ദ ഡ്രഗ് ഹാസ് അൺഎക്സ്പെക്ടഡ് സൈഡ് എഫക്ട്സ്. ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും ആ ഡെമിമോർ, മാർഗറ്റ് ക്വാലി പോലത്തെ നടിമാരുടെ ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസും അതിന്റെ വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലും ഇറ്റ് ഓൾ പുഷസ് ബൗണ്ടറി ഓൺ വാട്ട് എ ഹൊറർ മൂവി ക്യാൻ ട്രൂലി ബി. മാത്രമല്ല നമ്മുടെ കുബ്രിക്കിന്റെ ഷൈനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഹിച്ച്കോക്കിന്റെ സൈക്കോ, അല്ലെങ്കിൽ ഡേവിഡ് ലിഞ്ച് എന്നുള്ള വ്യക്തിയുടെ പടങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള ഹൊറർ മൂവീസിന് ഒരു ഹൊമാജും കൂടി കൊടുക്കുന്നുണ്ട് ഈ ഒരു പടത്തിന്റെ ആ ഒരു യൂണീക് സ്റ്റൈലിലൂടെ. ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഒറിജിനൽ ഫിലിംസ് ഐ ഹാവ് സീൻ ഇൻ റീസെന്റ് ടൈംസ്. പക്ഷേ ഐ വോൺ യു, ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഫോർ ദ ഫെയിന്റ് ഓഫ് ഹാർട്ട്. അതിന്റെ വളരെ ഗ്രോട്ടസ്ക് ആയിട്ടുള്ള വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് ഒരിക്കലും എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഹൊറർ മൂവി ഫാൻസിനൊക്കെ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ട്രീറ്റ്. നമ്പർ 8, മഹാരാജ. നിതിലൻ സ്വാമിനാഥൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൈം ത്രില്ലർ പടമായിരുന്നു. ഔട്ട് ഓഫ് ഓൾ ദ ഫിലിംസ് ദാറ്റ് റിലീസ് ദിസ് ഇയർ എന്നെ കോൺസ്റ്റന്റ്ലി ഗസ് ചെയ്തിട്ട് ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു പടം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രമിസിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ ആണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയിട്ടുള്ള ഒരു ഘടകം. മെമെന്റോ, ഓൾഡ് ബോയ്, ഇൻസെന്റീസ്, അതിന് ഒരുപാട് ക്ലാസിക് പടത്തിന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് ഈ ഒരു പടം തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഗൂസ് ബംസ് ഫീൽഡ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമോഷണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു സാറ്റിസ്ഫൈങ് വാച്ച് തന്നെയായിരുന്നു മഹാരാജ. ഇപ്പോഴും ഈ ഒരു പടത്തിന്റെ ഫൈനൽ ട്വിസ്റ്റ് ആലോചിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് ബ്ലോസ് മൈ മൈൻഡ്. നമ്പർ 7, ലാപ്പത്ത ലേഡീസ്. കിരൺ റാവു ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പടം ഒരു കൊർക്കിയായിട്ടുള്ള കോമഡി ഫിലിമാണ്. അതായത് 2 ബ്രൈഡ്സ് ഒരേ ദിവസം തന്നെ മിസ്പ്ലേസ്ഡ് ആവുകയാണ് ആൻഡ് അവരുടെ ആ ഒരു മിസ്അഡ്വെഞ്ചേഴ്സ് ആണ് ഈ ഒരു പടം എൻറ്റയർലി കാണിക്കുന്നത്. ഫെമിനിസം ഒക്കെ വളരെ സ്ട്രോങ്ലി ചർച്ച ചെയ്യുന്നത് നമ്മുടെ റൂറൽ തീമിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാർട്ട് വാമിംഗ് ഫിലിമാണ് ലാപ്പത്ത ലേഡീസ്. ആൻഡ് ഈ ഒരു പടമായിരുന്നു നമ്മുടെ ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ഇൻ ടു ദ ഓസ്കേഴ്സ്, അതായത് ഇന്റർനാഷണൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ലാപ്പത്ത ലേഡീസ് എന്നുള്ള ഈ ഒരു ഫിലിമായിരുന്നു നമ്മുടെ ഇന്ത്യ ഓസ്കാറിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് ഈ ഒരു വർഷം കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് ആയിരുന്നു ഈ ഒരു പടം. കാരണം കമ്പയർ ടു ലാസ്റ്റ് ഇയർ ബോളിവുഡ് ഈ ഒരു വർഷം കുറെ ചവറ പടങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിലൂടെ കിരൺ റാവു എന്നുള്ള ഒരു ഡയറക്ടർ പ്രൂവ് ചെയ്തു, അതായത് ഒരു പടം സക്സസ്ഫുൾ ആണെങ്കിൽ അതിൽ ഒരുപാട് ചവറ പോലത്തെ VFXോ അല്ലെങ്കിൽ ഇടി വെടിപ്പൊന്നും വേണ്ടെന്ന്. പക്ഷെ റാദർ ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പ്രമിസും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എ ഫിലിം ക്യാൻ പെർഫോം വെൽ കമേഴ്ഷ്യലി ആൻഡ് ക്യാൻ ബി വെൽ അക്സെപ്റ്റഡ് ബൈ ദ ക്രിറ്റിക്സ്. ഈ പടത്തിന്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ പലരും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ഇന്ന് കണ്ടപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു വാച്ച് തന്നെയായിരുന്നു. നമ്പർ 6, കൽക്കി 2898 AD. നാഗശ്വി എന്നുള്ള വ്യക്തി ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സൈഫൈ ഫീച്ചർ ഫിലിമാണ് കൽക്കി. ഒരു പടത്തിന്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗണ്ടി ഹണ്ടറും വളരെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ദൈവവും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലാബ് സബ്ജക്റ്റിനെ രക്ഷിക്കാനായിട്ട് പോകുന്നു. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലാബ് സബ്ജക്റ്റിന്റെ ആ ഒരു അൺബോൺ ചൈൽഡാണ് നമ്മുടെ മാൻകൈൻഡിനെ എല്ലാവരെയും സേവ് ചെയ്യാനായിട്ട് പോകുന്നത്. ദിസ് ഫിലിം ഈസ് എ മാസ്റ്റർ പീസ് ബൈ ഓൾ റിമാർക്സ്. അതായത് നമ്മുടെ എപ്പിക് ആയിട്ടുള്ള മഹാഭാരതവും അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈഫൈ എലിമെന്റ്സും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മാസും ക്ലാസും പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക് പടം തന്നെയാണ് കൽക്കി. ഇറങ്ങിയിട്ട് ഒരുപാഡ് മാസമായെങ്കിലും അതിന്റെ ആ ഒരു ഇമ്പാക്ട്, അതിന്റെ ആ ഒരു വളരെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങിയിട്ടുണ്ട്. പ്രഭാസും അമിതാഭ് ബച്ചനൊക്കെ നടന്നിട്ടുള്ള ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിന്റെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള വിഷ്വൽസ്, അതിന്റെ ആക്ഷൻ സെറ്റ് പീസസ്, അതിന്റെ സ്കോർ, അതിന്റെ പെർഫോമൻസസ് എല്ലാം തന്നെ ദേ ആർ ഓൾ മാസ്റ്റർഫുള്ളി ക്രാഫ്റ്റഡ്. ഈ വർഷം ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ പടം ഇറങ്ങിയെങ്കിലും കൽക്കി വിൽ ഓൾവേസ് റിമെയിൻ സ്പെഷ്യൽ ടു മീ. കാരണം ഇന്ത്യൻ സിനിമയുടെ സക്സസ് ഒരുപാട് ഡിഫറെന്റ് ജോണറസിക്ക് വെഞ്ചർ ചെയ്ത് പോകുമ്പോഴും പുതിയ കാര്യങ്ങൾ റീഇൻവെന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാത്രം നൽകുന്നതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പടം കൂടിയായിരുന്നു കൽക്കി. ഈ ഒരു പടത്തിന്റെ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എത്രത്തോളം ഹൈ നൽകുന്നുണ്ടെന്ന് ഇതിന്റെ ആ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ആ ഒരു മഹാഭാരത സീക്വൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മതി. അപ്പൊ തന്നെ മനസ്സിലാവും ഈ ഒരു പടത്തിന്റെ ആ ഒരു ലെവൽ. എ ഹ്യൂജ് ആൻഡ് പ്രൗഡ് അച്ചീവ്മെന്റ് എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. നമ്പർ 5,
ഭ്രമയുഗം സിനിമ എന്നുള്ള ഒരു ആർട്ട് ഫോം എടുത്തു നോക്കണമെങ്കിൽ തന്നെ ഹൊറർ ഈസ് എൻ ഓവർ സാച്ചുറേറ്റഡ് ജോണർ. പക്ഷെ അവിടേക്ക് നമ്മുടെ ഭ്രമയുഗം കയറി വരുന്നത്. ഭ്രമയുഗമാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള the first film, an undeniable masterpiece in both filmmaking and storytelling, keeping us on the edge of the seat with a 2-hour breathtaking experience. ഇന്നിപ്പോ കാണുന്ന ഒരുപാട് ഹൊറർ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ് വെറുതെ കുറെ ചീപ്പായിട്ട് ജംപ് സ്കെയർസും അല്ലെങ്കിൽ വളരെ ചീപ്പ് ത്രിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു പടം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരിക്കലും സംഭവിക്കില്ല. ഈ ഒരു പടം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഹൊറർ പടം സക്സസ്ഫുൾ ആവണമെങ്കിൽ VFXO അല്ലെങ്കിൽ അപാരമായിട്ടുള്ള പേടിപ്പെടുത്തലുകളോ ഒന്നും തന്നെ വേണ്ട. അതിന് വളരെ ടെറിഫൈങ് ആയിട്ടുള്ള ഒരു ആന്റാഗണിസ്റ്റും ഇത്തിരി സ്റ്റോറി ടെല്ലിംഗിന്റെ ഒരു ക്രാഫ്റ്റും യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. നമ്പർ 4, കിഷ്കിന്ദ കാണ്ട. എക്കാലത്തെയും മലയാളം പടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് ക്രൈം ത്രില്ലേഴ്സ് എവർ റിലീസ്. ചെക്കോസ് ഗൺ, റെഡ് ഹെയറിംഗ്, അങ്ങനെ ഒരുപാട് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സും അതുപോലെ തന്നെ ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് നാരറ്റീവും യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ കൊണ്ട് അവർ ഒരുപാട് കളിക്കുന്നു. ആൻഡ് ഇതിന്റെ ഒരു മാസ്റ്റർഫുൾ സ്ക്രീൻ പ്ലേ എടുത്തിട്ട് കമ്പൈൻ ദാറ്റ് പ്യുവർ ഫിലിം മേക്കിംഗ്, കിഷ്കിന്ദ കാണ്ഡം is a definition of a film that pulls off every elements of a crime thriller perfectly. ഈ ഒരു വർഷമായിട്ടുള്ള one of the best satisfying theatrical experience തന്നെയായിരുന്നു കിഷ്കിന്ദ കാണ്ഡം. Now we are venturing into my top 3 movies. അതായത് these are the movies I consider unmatched by any films that released this year. Coming in at number 3, ആടുജീവിതം അഥവാ ഗോട്ട് ലൈഫ്. ഞാൻ ജീവിതമായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ സ്റ്റോറി, അത് നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൾച്ചറൽ ഇമ്പാക്ട്, it stands unmatched by any films that released this year. ഈ ഒരു പടത്തിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന നജീബ് എന്നുള്ള ക്യാരക്ടർ ഒരു അറബിയോട് കൈകൂപ്പുന്ന ഒരു സീൻ ഉണ്ട്. And that scene is still my favorite scene of 2024. അതായത് 80s-ഉം 30s-ഉം തമ്മിലുള്ള ആ ഒരു ലൈൻ, ആ ഒരു ബോർഡർ എൻറ്റയർലി ബ്ലർ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ഉള്ളിൽ തന്നെ ദൈവം ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ള ഒരു പെർഫെക്റ്റ്ലി എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ള സീൻ തന്നെയായിരുന്നു ആ ഒരു സീൻ. Bless's 16 years of hard works did not ever go in vain. ഒരുപാട് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻ കോമഡികൾ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ പടങ്ങളുടെ ഇടയിൽ ഈ ഒരു പടത്തിന്റെ നമ്മുടെ ആ ഒരു ശ്രദ്ധ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇറ്റ്സ് പ്രൊഫൗണ്ട് ഇമ്പാക്ട് will forever transcend the barriers of time. An undeniable classic and an unforgettable theatrical experience. രണ്ടാമത്തെ പടമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡെനീസ് വില്ലിഞ്ഞൂടെ ഡ്യൂൺ പാർട്ട് 2 ആണ്. ഈ ഒരു വർഷം ഇറങ്ങിയിട്ടുള്ള ആകെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോളിവുഡ് പടം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് സ്ട്രൈക്കിംഗ് എലിമെന്റ് ഓഫ് ദിസ് ഫിലിം അതിന്റെ ഒരു ഫിലോസഫിയാണ്. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. പക്ഷെ ഇത് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വളരെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള പടം തന്നെയാണ് ഡ്യൂൺ പാർട്ട്. ഫസ്റ്റ് പടം ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇടം പതിക്കാൻ പറ്റാത്ത എന്നാൽ എനിക്ക് ഈ ഒരു വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില പടങ്ങൾ ഞാൻ ഓണറബിൾ മെൻഷൻസ് ആയിട്ട് പറയാം. ആവേശം, മാർക്കോ, അജയന്റെ രണ്ടാം മോഷണം, തങ്കളാൻ, ക്യാപ്റ്റൻ മില്ലർ, റൈഫിൾ ക്ലബ്, കില്ല്, മങ്കി മാൻ, ലോങ് ലെഗ്സ്, അന്വേഷിപ്പിംഗ് കണ്ടെത്തും, ഇതൊക്കെ തന്നെയാണ്. ആൻഡ് ഫൈനലി മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം ഓഫ് 2024, അതായത് what I consider to be the best film that released this year, that is none other than മെയ്യഴകൻ. നമ്മുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അവേക്കൺ ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെയ്യഴകൻ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഡ്രാമയാണ്. അതായത് അരുൾമൊഴി എന്നുള്ള ഒരു 40 വയസ്സുകാരൻ 22 വർഷത്തിന് ശേഷം തന്നെ നേറ്റീവ് ടൗണിലേക്ക് പോവാണ്. അവിടെ വെച്ച് റിലേറ്റീവിനെ കാണാണ്. ആ ഒരു റിലേറ്റീവിന്റെ കാഴ്ചയിൽ ഇയാള് ഒരു ദൈവം തന്നെയാണ്. ആ ഒരു പ്രശ്നമുള്ളൂ, അരുൾമൊഴി എന്നുള്ള ആൾക്ക് അയാളെ പേരറിയില്ല. അവിടെ മുതൽ നടന്നു പോകുന്ന ഒരു 1 നൈറ്റ് സ്റ്റാൻഡും ഈ അരുൾമൊഴി എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു സെൽഫ് ഡിസ്കവറിയാണ് ഈ ഒരു പടത്തിൽ എൻറ്റയർലി പറഞ്ഞു പോകുന്നത്. അരവിന്ദ് സ്വാമിയുടെയും കാർത്തിയുടെയും ഒന്നിനോടൊപ്പം മെച്ചമായിട്ടുള്ള പെർഫോമൻസും ഗോവിന്ദ് വസന്തയുടെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മ്യൂസിക്കും ഈ ഒരു പടത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു കംഫർട്ടിംഗ് നേച്ചറാണ് ഈ ഒരു 3 മണിക്കൂർ പടത്തിനെ ഇത്രയധികം കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അട്രാക്റ്റീവ് എലമെന്റ്സ്. മെയ്യഴകൻ എന്നുള്ള ഫിലിം നമ്മളോട് ഇത്രയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ കൈൻഡ്നെസ്, എംപതി, മെമ്മറീസ്, ഇങ്ങനത്തെ ഓരോരോ നമ്മളെ ഹ്യൂമൻ ബീങ്സ് ആക്കുന്ന കാര്യങ്ങളെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഒരു റിലേറ്റീവിന്റെ പേര് കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരാളുടെ കഥ എന്നതിനുപരി ആ ഒരു റിലേറ്റീവിന് താൻ കൊടുത്തിട്ടുള്ള ആ ഒരു കൈൻഡ്നെസ്സിലൂടെ അയാളെ തന്നെ തിരിച്ചറിയുന്ന ഒരു സെൽഫ് ഡിസ്കവറിയും കൂടിയാണ് മെയ്യഴകൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ലോകത്ത് ആരുമില്ല, നമ്മുടെ ഈ ലോകത്ത് മാറ്ററേ ചെയ്യില്ല എന്നുള്ള ചിന്താഗതി മിക്ക സമയത്തും വരുന്ന ആൾക്കാരാണ്. പക്ഷെ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് വെൽക്കമിങ് ആയിട്ട് തോന്നുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. നിങ്ങളുടെ കൈൻഡ് വാക്കുകൾ കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. നിങ്ങളായിട്ട് സ്നേഹിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ആൻഡ് ആ ഒരു ഒരാളെ കണ്ടുപിടിക്കുന്നതിലൂടെ you can discover yourself. That is the message of മെയ്യഴകൻ. And to cap it all off, ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രൂ സിനിമ എന്നുള്ള ഒരു ഡെഫിനിഷൻ ഈ ഒരു പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള പ്രേംകുമാർ സാറിനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കംപ്ലീറ്റ്ലി പാരഫ്രൈസ് ചെയ്യാണ്. அந்த படம் பார்த்து முடித்தோன்னே உங்களுக்கு உங்களுடைய லைஃபே கொஞ்சம் சேஞ்ச் ஆகணும். ஆக்சுவலாக யூ ஷுட் பி லைக் ப்ரொப்பல் டுவர்ட்ஸ் எதர் பாசிட்டிவிட்டி ஆர் சம்திங் குட். ஏதோ அங்கேருந்து கொஞ்சம் நம்ம சில புக்ஸ் படித்தா அது நடக்கும். லைக் யூ க்ரோ ஆஃப்டர் தட், யூ ஃபீல் லைக் யூ ஹவ் ட்ரான்ஸ்ஃபார்ம்ட். அது அட்லீஸ்ட் ഒരു ചിന്ന ലെവലിലായത് അത് നടക്കണം. അതായത് എത്രയൊക്കെ ചപ്പറി കുറെ ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളും കുറെ ആക്ഷൻ പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാലും ഇങ്ങനത്തെ പടങ്ങളാണ്. A real movie should influence you in a positive manner. And this is my list of top 10 movies of 2024. So, ഇത്രയും പറഞ്ഞു നിർത്തുന്നു. Very happy new year. We'll see you guys in the next video.